ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ ഒരു വൈസ് കരിയർ ചോയ്സ് ആണ്. കോർപ്പറേറ്റ് ഓഫീസിൽ AC റൂമിൽ വർക്ക് ചെയ്യണം, അതുപോലെ നല്ല റെസ്പെക്ട് ഉള്ള ഒരു ജോബ് വേണം, ദെൻ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ ആണ് നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് കോഴ്സ്. ഹായ് ഓൾ, സുഹൈല ഹാഷിം ഹിയർ. Today we are going to discuss in detail about human resource administration. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷന്റെ മാൻ പവർ പ്ലാനിങ്ങിനെ മാനേജ് ചെയ്യുന്നതാണ്. ഒരു ഓർഡിനറി കമ്പനിയുടെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ there will be a CEO, there will be a managing director, under that there will be GM, പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, ലൈക്ക് മാർക്കറ്റിംഗ്, HR, ഫിനാൻസ്, R&D, പ്രൊഡക്ഷൻ. അങ്ങനെ ഓരോ കമ്പനിക്കും അതിൻ്റെതായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. എല്ലാ കമ്പനീസിനും കോമൺ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് HR ഡിപ്പാർട്ട്മെന്റ്. അപ്പം HR അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും സ്റ്റാഫ്സിന് റിക്വയർമെന്റ് ഉണ്ടാവും. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സെയിൽസിന് ആളെ വേണം, പ്രൊഡക്ഷനിൽ പ്രൊഡക്ഷൻ ടീമിനെ വേണം, R&Dയിൽ അതിൻ്റെതായിട്ടുള്ള ടീംസിനെ വേണം. അപ്പം ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്ത് കൊടുക്കുക, അവരുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ ട്രെയിനിങ്, ഡെവലപ്മെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റ്, അവരുടെ കോമ്പൻസേഷൻ, എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ഒരു കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ഹാർട്ട് ഓഫ് എനി ഓർഗനൈസേഷൻ. മെഷീൻസ് ഒക്കെ റൺ ചെയ്യുന്നത് ടെക്നോളജീനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? പക്ഷെ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് പീപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ വളർച്ച ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെയുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള HR സ്റ്റാഫിന്റെ ബേസിസിലാണ്. എല്ലാ കമ്പനീസും HR ഹാൻഡിൽ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ലൈക്ക് ഹയറിംഗ് ദ റൈറ്റ് എംപ്ലോയീസ്, ട്രെയിനിങ് ദം, മാനേജിംഗ് ദി പെർഫോമൻസ്, സോൾവിംഗ് വർക്ക് പ്ലേസ് ഇഷ്യൂ, ബിൽഡിംഗ് എ പോസിറ്റീവ് കൾച്ചർ. ഇതൊക്കെ റൈറ്റ് ആയിട്ട് ചെയ്താലും മാത്രമേ കമ്പനീസിന്റെ സ്റ്റാഫ് ആ കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്യുള്ളൂ. ഒരു കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാനും ആ കമ്പനിയെ പ്രോഫിറ്റിലേക്ക് നയിക്കാനും HR പ്ലേസ് എ വെരി വൈറ്റൽ റോൾ. Now let's discuss what is the scope of HR. See, the scope of HR is very wide. എഫിഷ്യന്റ് ആയിട്ടുള്ള HR ടീം ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു കമ്പനിക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. വർക്ക് കൾച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എംപ്ലോയീസിന്റെ എക്സ്പെക്ടേഷനും മാറിക്കൊണ്ടിരിക്കുകയാണ്. എംപ്ലോയീസിനെ ഹയർ ചെയ്യാനും അവരവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കാനും HR പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞൊരു ഗ്രാജുവേറ്റ് ആണ്, അതല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, HR തന്നെ സ്പെഷ്യലൈസ് ചെയ്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ നിങ്ങളൊരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവർ നിങ്ങൾ റിജക്ട് ചെയ്യാണ്. കാരണം ഒരു ഡിഗ്രിയോ PGയോ കഴിഞ്ഞ കുട്ടികൾക്ക് HR ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ എൻ്റെ പ്രീവിയസ് ടോപ്പിക്കിൽ പറഞ്ഞു ഒരു HR എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിന് ഒരിക്കലും ഒരു HR ജോബ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നിങ്ങൾക്ക് HR ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ HR ചെയ്യേണ്ട വർക്ക്സ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. HR ചെയ്യേണ്ട ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് HR സർട്ടിഫിക്കേഷൻ ചെയ്യുന്നതാണ് ഫസ്റ്റ്. ഓക്കെ, ഇന്റേൺസ് ഗ്ലോബൽ വഴി തന്നെ നിങ്ങൾക്ക് HR സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ചെയ്യാം. ഇന്റേൺസ് ഗ്ലോബൽ എന്ന് പറയുന്നത് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു IT ഫേം ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു HR ചെയ്യേണ്ട എല്ലാ വർക്ക്സും പഠിക്കും. ഫസ്റ്റ് നിങ്ങൾ പഠിക്കുന്നത് റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റിൽ തന്നെ പല പ്രോസസ്സ് വരുന്നുണ്ട്. ലീഡ് ജനറേഷൻ, ആ ജനറേറ്റ് ചെയ്ത ലീഡിനെ നിങ്ങൾ കോൾ ചെയ്യണം, അതായത് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യണം. ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണം. അങ്ങനെ ഓൺബോർഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നതാണ് അവരുടെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും. ഓക്കെ, വീക്ക്ലി ട്രെയിനിങ് കൊടുക്കാം, ഡെയിലി ട്രെയിനിങ് കൊടുക്കാം. ആൻഡ് മേക്ക് ഷുവർ നമ്മുടെ ഏത് പ്രൊഫൈലിലേക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടികളെ ഹയർ ചെയ്തത് അതിന് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. ദെൻ പെർഫോമൻസ് മാനേജ്മെന്റ്. ഓക്കെ, ഒരു 1 വീക്ക് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മാനേജ് ചെയ്യണം. ദെൻ മോട്ടിവേറ്റ് ദം. എങ്ങനെയാണ് ഒരു സ്റ്റാഫ് മോട്ടിവേറ്റഡ് ആവുക? ഇറ്റ്സ് ത്രൂ റെമ്യൂണറേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള സാലറി, കോമ്പൻസേഷൻ, അവരുടെ പെർഫോമൻസിന്റെ ബേസിസിൽ അവർക്ക് നല്ല ഇൻസെന്റീവ്സ് കൊടുക്കുക. അതിനുശേഷം എംപ്ലോയിനെ എൻഗേജ് ചെയ്ത് വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം എംപ്ലോയീസ് ഒക്കെ റിസൈൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയിൽ നല്ലൊരു കൾച്ചറും നല്ലൊരു വർക്ക് ആംബിയൻസും മെയിൻറ്റെയിൻ ചെയ്ത് ഹയർ ചെയ്ത എംപ്ലോയീസിനെ അവിടെ റിറ്റെയിൻ ചെയ്ത് വെക്കണം. ഈവൻ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമിലും ഒരു HR ചെയ്യേണ്ട എല്ലാ വർക്ക്സും അതിൽ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് കരിയർ ചോയ്സ് ഫോർ യു. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പും കിട്ടും. ഇന്റേൺഷിപ്പിൽ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യും. സോ വിൽ മേക്ക് ഷുവർ നിങ്ങൾ ഒരു HR ആയിട്ട് തന്നെ ഒരു കോർപ്പറേറ്റിൽ ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. നെക്സ്റ്റ് ലെറ്റ്സ് സീ വാട്ട് ആർ ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. HR എന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ജോലി കുട്ടികൾക്ക് ചെയ്യാം? യു ക്യാൻ വർക്ക് ആസ് ആൻ HR എക്സിക്യൂട്ടീവ്, ടാലന്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റ്, HR coordinator,
പേറോൾ ആൻഡ് കോംപ്ലയൻസ് ഓഫീസർ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസർ, HR മാനേജർ, HR ഡയറക്ടർ, ടാലന്റ് മാനേജർ ആൻഡ് സോ ഓൺ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് HR പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കമ്പനീസിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. ഒരിക്കലുമല്ല, നിങ്ങൾക്ക് എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ കമ്പനീസിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിരിക്കും. ഒരു ഫ്രഷറിന് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജാണ് കിട്ടുന്നത്. IT കമ്പനീസിലൊക്കെ HR ആയിട്ട് കയറുകയെന്ന് വെച്ചാൽ വളരെ ഹൈ പാക്കേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് യുവർ കരിയർ ഇൻ HR ഡിപ്പാർട്ട്മെന്റ്, HR administration is the best career choice. Now let's discuss who all can learn HR administration. See, the best thing about HR is anyone who like to interact with people, anyone who want to start a career as an HR employee, they can learn HR. Degree students, postgraduate, housewife, working professionals, ഇവർക്കൊക്കെ HR വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. The only thing is you should have interest and dedication. A company can buy best technology, പക്ഷേ റൈറ്റ് പീപ്പിൾ ഇല്ലെങ്കിൽ ഇതൊന്നും കൊണ്ട് ഒരു കാര്യമില്ല. സോ ഈ കംപ്ലീറ്റ് മാൻ പവർ, അതിൽ ഒരു ഓർഗനൈസേഷന്റെ കംപ്ലീറ്റ് പീപ്പിളിനെ മാനേജ് ചെയ്ത് ഒരു കമ്പനിയുടെ HR പ്രൊഫഷണൽസ് ആണ്. സോ ഇഫ് യു ആർ പാഷനേറ്റ് ടു സ്റ്റാർട്ട് യുവർ കരിയർ ആസ് എൻ HR ഇൻ എനി ഓർഗനൈസേഷൻ, ബിലീവ് മീ, HR അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ബെസ്റ്റ് ചോയ്സ് ദാറ്റ് യു ഹാവ് മെയ്ഡ്. വെറും 3 months നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇന്റേൺസ് ഗ്ലോബൽ വഴി നിങ്ങൾക്ക് HR നല്ല ബ്രൈറ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. That's all for today. Signing off, Suhaila Ashim. Thank you. Bye-bye.